അടിപ്പാതയോ മേൽപ്പാലമോ ഇല്ല. കുമ്പള ആരിക്കാടി കടവത്തെ ജനങ്ങൾക്ക് നഗരത്തിലെത്തുവാൻ ജീവൻ പണയം വെച്ചുകൊണ്ട് ദേശീയപാത മുറിച്ചു കടക്കണം. അപകടങ്ങൾ ഇവിടെ പതിവ് കാഴ്ച. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ ശ്രീ ശങ്കരാചാര്യ. ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088. സംഭവത്തിന്റെ വേദനയിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതിസന്ധികൾ പങ്കുവയ്ക്കുകയാണ് കുമ്പള ആരിക്കാടി 1-ാം വാർഡിലെ കടവത്ത് നിവാസികൾ. പ്രൈവറ്റ് ബസ്സിനാണ് ആശ്രയിക്കുന്നത്. ഞങ്ങളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല, ബാക്കി കാര്യങ്ങൾ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇതാണ് 10 മിനിറ്റിൽ ആരിക്കാടി കടവത്തെ ഞങ്ങളൊരു മേൽപ്പാലമോ ഫൂട്ടോവറോ അണ്ടർപാസോ ഇല്ലാതെ നഗരത്തിലേക്ക് എത്തുവാൻ ജീവൻ പോലും പണയം വയ്ക്കേണ്ട ഗതികേടിലാണിവർ. റോഡ് മുറിച്ചു കടക്കുമ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ഉപജീവനം പോലും വഴിമുട്ടിയ അജ്ജുമ്മ വീട്ടിൽ വിശ്രമത്തിലാണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന തങ്ങൾ മുന്നോട്ടെന്തെന്നറിയാതെ പ്രതിസന്ധിയിലാണെന്ന് അജ്ജുമ്മ പറഞ്ഞു. പിള്ളേർക്ക് വൈകില്ല പോവാന്. ഞങ്ങൾ മനസ്സത്തൊരാളി കടയിൽ നിന്നും കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കണമെങ്കിൽ. അല്ല ഞാൻ പണിക്ക് പോയിക്കൊണ്ടായി. ഇപ്പം ഇങ്ങനെ പിന്നെ പണിക്ക് പോകുന്നില്ല. റോഡ് കടക്കുമ്പോൾ ആക്സിഡൻ്റ് ആയത്. ഇതില്ല, ഞങ്ങളെ പിള്ളേരെല്ലാം കുമ്പള സ്കൂളിൽ പഠിക്കുന്നത്. ഞങ്ങൾക്ക് പോകാനും വയ്യില്ല. ഇന്ന് തന്നെ ഞാൻ പാലത്തിൻ്റെ അടുത്തോളം പോയിട്ട് ബസ് കയറാൻ പോകുമ്പോൾ തല തിരിഞ്ഞിട്ട് എനിക്കൊരു പോലീസുകാരിലേന്ന് വെള്ളം വേങ്ങിയിട്ട് കുടിച്ചത്. വയ്യും പാതലൊന്നും ഇല്ല. ഞങ്ങൾക്ക് മേൽപ്പാലം വേണം, അല്ലെങ്കിൽ താഴെ നടക്കുന്ന പാലം വേണം മക്കളെ. കടവത്തെ പ്രദേശത്തുകാരുടെ അംഗൻവാടി പോലും പ്രവർത്തിക്കുന്നത് താൽക്കാലിക ഷെഡിലാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ നഗരത്തിലെത്താനുള്ള ഏക വഴിയും അടഞ്ഞതോടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മാതാപിതാക്കൾ ജോലി പോലും മാറ്റിവെച്ച് വരേണ്ട സ്ഥിതിയെന്നും അപകടങ്ങൾ ഇവിടെ പതിവ് കാഴ്ചയെന്നും സിദ്ദീഖ് പറഞ്ഞു. നമുക്ക് അണ്ടർ പാസേജ് ഇല്ല. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് പാസ്സായെന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാറ്റസ് വെച്ചതാണ്. നമ്മളെ നാട്ടിലെ കുറച്ച് ആൾക്കാരെല്ലാം അതും സ്റ്റാറ്റസ് വെച്ചതാണ്. ഏകദേശം 1 മാസത്തിൽ കൂടുതലായി സ്റ്റാറ്റസ് വെച്ചത്. ഇത് യാഥാർത്ഥ്യമാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്റ്റാറ്റസ് എല്ലാം വെച്ചത്. അത് കാണാനില്ല. നമ്മൾ ഏകദേശം ഒരു 500-600 വീടുകളുണ്ട് ആരിക്കാടി കടവത്ത് വെച്ച്. ആടെ താൽക്കാലികമായിട്ടൊരു അംഗൻവാടി പോലും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വീട്ടിലാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആടുത്തെ സ്ഥലപരിമിതി മൂലം ഹോട്ടലിലുള്ള അംഗൻവാടിക്കാണ് 4-5 ഫാമിലിയിലുള്ളവരെ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് താൽക്കാലികമായി നടക്കാനെങ്കിലും ചെറിയൊരു വഴി ഉണ്ടായി. അതുപോലും അടിച്ചിട്ട് കുട്ടികളിപ്പോൾ കൊണ്ടുവരുന്നില്ല. പിന്നെ കുമ്പള ടൗണിലേക്ക് സ്കൂളിലെ കുറച്ച് പിള്ളേർ അയക്കുന്നുണ്ട്. ആ മക്കളെ ഇപ്പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ജോലിക്ക് പോലും പോവാണ്ട് മക്കളെ സ്കൂളിലേക്ക് അയച്ചുകൊണ്ടിരുന്ന ദുരസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. കടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു പറ്റം ജനങ്ങളുടെ പ്രതിസന്ധിക്കു നേരെ കണ്ണടയ്ക്കാതെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.